ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നീളത്തിലുള്ള കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ്. ഇതിൻ്റെ താഴത്തെ ലീഫൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാവേ. നിങ്ങളുടെ കയ്യിൽ എന്തായാലും മണി പ്ലാന്റ്സ് ഉണ്ടാകാതിരിക്കുകയില്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ള ഒരു ചെടിയാണല്ലേ മണി പ്ലാന്റ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാവേ. ഞാൻ ഇതുപോലെ പല പരീക്ഷണങ്ങളും ഇങ്ങനെ ചെടികളൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളവയുടെ ഇലകളും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ മുഴുവനും ഞാനിവിടെ ഇലയെല്ലാം കട്ട് ചെയ്ത് നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പിന്നിക്കൊടുക്കാം. പിന്നുക, മെടയുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതിനെ ഇങ്ങനൊന്ന് വെച്ച ശേഷം നമ്മുടെ മുടിയൊക്കെ പിന്നുന്ന പോലെ നമുക്കിതൊന്ന് പിന്നിക്കൊടുക്കാവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പിന്നാൻ ചെറിയ ബുദ്ധിമുട്ടാണ്, എങ്കിലും കുഴപ്പമില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പിന്നിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ കട്ടിയില്ലാത്ത തണ്ടുകൾ എടുക്കുമ്പോഴാണ് എളുപ്പത്തിൽ പിന്നാൻ വേണ്ടി പറ്റുന്നത്. ഇതുപോലെ ഒന്ന് നമുക്ക് പിന്നിക്കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനിവിടെ പിന്നിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളവയും ഒന്ന് പിന്നിയെടുക്കാവേ. ഇത് മുഴുവനും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ പിന്നിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ്. ഇതുപോലെ ഒരു നൂൽക്കമ്പി എടുത്ത് ബോൺസായി പോലെ നമുക്കൊന്ന് വളച്ച് റെഡിയാക്കി എടുക്കാവേ. ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. നൂൽക്കമ്പി അത്യാവശ്യം ഇത്രയും നീളമുള്ള നൂൽക്കമ്പി എടുക്കണേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതിലോട്ട് സെറ്റാക്കി കൊടുക്കണേ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിനെ ഇതെടുത്തിട്ട് മൂന്നും എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്കൊരു പശ വെച്ച് അതിനെ ഒന്ന് മൂന്നും കൂടെ ഒരുമിച്ച് കെട്ടി വയ്ക്കാവേ. ത്രെഡ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കെട്ടാൻ. ഞാൻ പിന്നെ ഇപ്പം ഒരു ഇൻസുലേഷൻ്റെ പശ വെച്ചിട്ട് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് കെട്ടിവെക്കാം. ഇതിൻ്റെ നടുഭാഗത്തും ഒന്ന് കെട്ടിവെക്കാവേ, അല്ലെങ്കിൽ എല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാകത്തില്ലേ. ഇതുപോലെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നൂൽക്കമ്പിയിലൊന്ന് സെറ്റാക്കി എടുക്കാവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാവേ. മണി പ്ലാന്റിനെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റുവേ. ഇതുപോലത്തെ ഐഡിയകളെ മണി പ്ലാന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ പോത്തോസ് എന്നും പറയലുണ്ട്. ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവേ. പല വെറൈറ്റിയിലുള്ള മണി പ്ലാന്റുകളും കിട്ടുവേ. എൻ്റെ കയ്യിൽ ഈ നാടൻ വെറൈറ്റി മാത്രമേ ഉള്ളേ, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ പോത്തോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കുവേ. ഇനി നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാവേ. ഇത് കണ്ടില്ലേ, കാണാൻ തന്നെ ഇപ്പം അത്യാവശ്യം നല്ല ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ചട്ടി എടുക്കാവേ. നിങ്ങൾ ഉപേക്ഷിച്ച ചട്ടി ആയാലും എടുത്താൽ മതിയേ. ഇതുപോലെ ഇതിലോട്ട് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാവേ. മണി പ്ലാന്റിന് വലിയ പോട്ടി മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ലേ. ഇതുപോലെ നമുക്ക് ഈ ചെടിയെ വെച്ച് കൊടുക്കാം. ശേഷം ആ ചെടിയെ പിടിച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് ബാക്കി പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇതിലോട്ട് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് റെഡിയാക്കി കൊടുക്കാവേ. നമ്മൾ വലിച്ചെറിയുന്ന പല സാധനങ്ങളും ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള രീതിയിലാക്കി എടുക്കാൻ പറ്റുവേ. ഞാനിത് ഉപേക്ഷിച്ച ഒരു ചട്ടിയായിരുന്നേ. ഈ ചട്ടീനെ ഇത്രയും ഭംഗിയിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ലേ. ഇതുപോലെ കല്ലൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കാവേ. ഞാനിവിടെ ഇപ്പം ഒരു പച്ച പായലാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാസൊക്കെ ആണെങ്കിലും ഇതിനകത്ത് സെറ്റാക്കി കൊടുക്കാവേ. ഇതുപോലെ ഞാൻ കല്ലിൻ്റെ ഇടയിലൊക്കെ ഈ പായലൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് വന്നിട്ടുണ്ട്.
എനിക്കെന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. കണ്ടില്ലേ നമ്മുടെ ചട്ടിയിലെ ബോൺസായി എങ്ങനെയുണ്ട്? ശരിക്കും നല്ല ഭംഗിയുണ്ട്. നമുക്ക് വലിയ ക്യാഷ് ചിലവില്ലാതെ ഇതുപോലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുമേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.